പ്രണയാഗ്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മാമയതാ അവിടെ. ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനുണ്ണിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷ. ശങ്കരമാമയാ, ഇനി അച്ഛനിപ്പോൾ വരുന്നുണ്ടാവില്ല, നമുക്ക് നടക്കാം, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. പറഞ്ഞുകൊണ്ട് നന്ദ മാമയുടെ അടുത്തേക്ക് പോകുന്നത് നോക്കി നിന്നു ദക്ഷ. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു കരുത്തുറ്റ കരം അവിടെ വലത് കൈയിൽ പിടുത്തമിട്ടത്. ദക്ഷ പേടിച്ച് തിരിഞ്ഞു നോക്കി. അമ്പു. അവിടെ അധരം വിറവുണ്ട്. എടി, നീ മനുഷ്യനെ തീറ്റിച്ചടങ്ങുമല്ലേ? ഇവിടെ ആരോടൊന്നും പറയാതിരുന്ന ആരും വിഷമിക്കണമെന്ന് കരുതിക്കൊണ്ടാ. പക്ഷെ നിനക്കറിയായിരുന്നല്ലോ എല്ലാം. എന്നിട്ട് എന്തിനാടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും? അവൾ ഇറങ്ങിയിരിക്കുന്നു ദേവരോട് വിഷമങ്ങൾ പറയാൻ. അവൾക്ക് മാത്രം കേൾക്കാനായി കാതിൽ മുരണ്ടുകൊണ്ട് പറഞ്ഞു അവൻ. അത് ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ഇവിടെ ആരും വരില്ല, എന്നെ കൊണ്ടുപോകാനെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടും സമാധാനം പറയേണ്ടി വരില്ല. ദക്ഷയ്ക്ക് ആരുമില്ലല്ലോ, അനാഥയാണല്ലോ ഞാൻ. അവളുടെ ചോദ്യം നെഞ്ചിൽ തറച്ചുവെങ്കിലും ദേഷ്യം കൊണ്ട് വിറച്ചു അമ്പു. അവളുടെ കയ്യിലെ പിടിവിട്ടു അവൻ. ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ അവന്റെ വലത് കൈ അവളുടെ ഇടത് കവിളിൽ ആഞ്ഞു പതിച്ചു. ഇത് ഇപ്പൊ പറഞ്ഞു ഇനി നിന്റെ നാവിന്ന് ഇതുപോലെ എന്തെങ്കിലും വീണുപോയാ നിന്നെ കൊന്നുകളഞ്ഞാൽ ദേവരെ സാക്ഷിയായിക്കൊണ്ടാ അമ്പു പറയുന്നത്. വാടിയുടെ പറഞ്ഞുകൊണ്ട് അവിടെ ഇടത് കൈയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് നടന്ന അവൻ. ഏട്ടാ വിളിച്ചുകൊണ്ട് നന്ദ ഓടി വരുമ്പോഴേക്കും അമ്പു വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു. കേരടി! അതൊരു അലർച്ചയായിരുന്നു അവനിൽ നിന്ന് ഉയർന്ന്. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് ദക്ഷവേഗ അവന്റെ പിന്നിലേക്ക് കയറി. വണ്ടി നല്ല സ്പീഡിലെടുത്തുകൊണ്ട് തന്നെ ബാലൻസ് തെറ്റിയപ്പോൾ അവൾ അമ്പുവിനെ വട്ടം പിടിച്ചു. മുറിവ് പറ്റിയെടുത്താണ് ദക്ഷ മുറുകെ പിടിച്ച്. പെട്ടെന്നുണ്ടായ വേദനയിൽ അമ്പു എന്താ കരച്ചിലിനിടയിലും ദക്ഷ ചോദിച്ചു. ദേഹത്ത് എന്തോ കെട്ടുള്ള പോലെ തോന്നി അവൾക്ക്. ഏയ്, ഒന്നുമില്ല പറഞ്ഞുകൊണ്ട് വണ്ടി വിട്ടു അവൻ. അമ്പു വണ്ടി നിർത്ത്, ഇല്ല ഇപ്പൊ ചാടും ഞാൻ, നിർത്തിക്കോ. വാശിയോടെ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ നോക്കി അവള്. എടീ, നിന്റെ കാരണം വീണ്ടും പുകയണോ? അമ്പു ദേഷ്യത്തിൽ ചോദിച്ചു. എനിക്കറിയാം എന്താണെന്ന്. എന്താ നിന്റെ ദേഹത്ത്? ഞാൻ പിടിച്ചപ്പോൾ വേദന കൊണ്ട് ശബ്ദം ഉണ്ടായതാണെന്ന് എനിക്ക് മനസ്സിലായി. പറ, ഇല്ലെങ്കിൽ ഇപ്പൊ ചാടും ഞാൻ. ദക്ഷയുടെ വാക്കുകളിലെ കടുപ്പം കണ്ടപ്പോൾ അവൾ അതുപോലെ തന്നെ ചെയ്യുമെന്നറിയാമായിരുന്നു അമ്പുവിന്. അവളുടെ ചെറുപ്പം മുതലുള്ള ഓരോ വാശിയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്പു വണ്ടി സൈഡാക്കി നിർത്തി. എന്താ നിനക്ക് അറിയേണ്ടത്? ഗൗരവത്തിൽ ചോദിച്ചു അവൻ. എന്നെ ഇവിടെ ആക്കിപ്പോയിട്ട് എന്തുണ്ടായി? അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവള്. അറിയണോ നിനക്ക് എന്താ ഉണ്ടായതെന്ന്? എന്നാ കണ്ടോ നിന്റെ മറ്റവൻ അമ്പുവിനെന്ന സമ്മാനം. പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ വലിച്ചു പൊട്ടിച്ചു അവൻ. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ദക്ഷ കണ്ടു അമ്പുവിന്റെ നെഞ്ചിന് താഴെ കുറുകെ കെട്ടിയിരിക്കുന്ന വെള്ളത്തുണി കൊണ്ടുള്ള കെട്ട്. ഒരു നിമിഷം ബോധം മറയുന്ന പോലെ തോന്നി അവൾക്ക്. കണ്ണു തുറന്ന് കണ്ടല്ലോ അല്ലേ? അമ്പുവിന്റെ നെഞ്ചും കൂടി പിളർക്കാനുള്ള പിച്ചാത്തിയൊന്നും പിടിക്കാനായിട്ടില്ല അവൻ. ആ മോൻ അവൻ ഒറ്റയടിക്ക് തീർക്കാൻ അറിയാനിട്ടല്ല, കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരാനുണ്ട്. അച്ഛൻ്റെയും മകൻ്റെയും കണക്ക് തീർത്താൻ കൊടുക്കാൻ. അമ്പുവിന്റെ രോമത്തിൽ തൊടാൻ വളർന്നിട്ടില്ല അവൻ, വിശ്വനാഥന്റെ ജാരസന്തതി. അത് പറയുമ്പോൾ അമ്പുവിന്റെ കണ്ണുകൾ ചുവന്ന് കുറുകി. നിന്നെ സേഫാക്കിയിട്ട് താക്കിയാണല്ലോ പോയതെന്ന സമാധാനത്തിലായിരുന്നു ഞാൻ. അപ്പോഴാ അവള് നഗരം കാണിക്കാൻ ഇറങ്ങിയത്. കൂടുതലൊന്നും പറയിപ്പിക്കണം എന്നോട്. ചെല്ലട്ടെ, എല്ലാവരോടും കൂടി ചിലത് പറയാനുണ്ട്. ഒറ്റയ്ക്ക് മനസ്സിലിട്ട് നീറ്റി വയ്യെനിക്ക്. അത് പറയുമ്പോൾ അവന്റെ സ്വരമിടറിയ ശ്രദ്ധിച്ചു ദക്ഷ. വേദനയുണ്ടോ? നിറഞ്ഞ മിഴികളോടെ ചോദിച്ചു അവൾ. ഇല്ല, നല്ല സുഖമുണ്ട്. പച്ചദേഹത്ത് കത്തിമുന കയറിയിറങ്ങുമ്പോൾ സാധാരണ ആർക്കും നോവാറില്ലല്ലോ. പിന്നെ ചോദിച്ചില്ല, അതിശയോക്തിയൊന്നുമില്ല. അതിനേക്കാൾ വേദന മനസ്സിനേറ്റവനാണല്ലോ അമ്പു. ഇതൊക്കെ നിസ്സാരം. ദേഷ്യത്തിന് മുരണ്ടുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി അവൻ. അവന് പിന്നിൽ കയറി തോളിൽ കൈ ചേർത്ത് വെക്കുമ്പോൾ ദക്ഷയുടെ ഹൃദയം പിടയുന്നു അവളുടെ വിരലുകളിൽ നിന്നറിഞ്ഞു അമ്പു. ചുണ്ടിൽ വിരിഞ്ഞ ചെറുപുഞ്ചിരിയോടെ വണ്ടി സ്റ്റാർട്ടാക്കി അവൻ. മംഗലത്ത് തറവാട്ടിലെത്തി മുരണ്ടു നിന്നു അമ്പുവിന്റെ വണ്ടി. ഇവിടെ നിന്റെ കൊട്ടാരത്തിലെ സൗകര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും മുകളിൽ രണ്ടാമത്തെ മുറിയിൽ നല്ല കാറ്റും വിളിച്ചുണ്ടാവും. ചെമ്പകപ്പൂവിന്റെ നറുമണം ഉണ്ടാവും. താഴെ മുറ്റത്ത് രാത്രി വിരിയുന്ന പാതിരാമുലകളുടെ സുഗന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നു ആ റൂമിലാ. നീ ഒരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഗന്ധം. കുട്ടിക്കാലത്ത് തന്നെ ആ റൂമിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കാറില്ല നീ. അല്ല, നിനക്കതൊന്നും ഓർമ്മ കാണില്ല. ഞാൻ നന്ദയോട് വിളിച്ചു പറഞ്ഞിരുന്നു ആ മുറി നിനക്ക് ഒരുക്കി വെക്കാൻ. ഞാൻ അമ്മമ്മയുടെ കൂടെ കിടന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ദക്ഷ വേഗം മറുപടി പറഞ്ഞു. അതിന് മറുപടിയായി കനപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് പൂമുഖപ്പടികൾ കയറി അവൻ. എന്താ അമ്പു, നീ വെടികൊണ്ട പന്നിയെ പോലെ വേഗം പോയത്? പൂമുഖത്തിണ്ണയിലിരിക്കുന്ന അച്ഛമ്മ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു. അമ്പു ബട്ടൺസ് പൊട്ടിയ ഷർട്ട് കൂട്ടിപ്പിടിച്ച് നിന്നു. മുറിവ് പറ്റിയെന്ന് അച്ഛൻ അറിഞ്ഞാൽ ബഹളം കൂട്ടെന്നറിയാവുന്നതുകൊണ്ട് അപ്പോഴേക്കകത്തുനിന്ന് അമ്മ വരുന്ന കണ്ടു. ഇന്ന് വരെ അമ്മയെന്നോ ചെറിയമ്മയെന്നോ വിളിച്ചിട്ടില്ല അമ്പു. ഒരാളെ മാത്രമേ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളൂ. അത് തന്റെ കൃഷ്ണമ്മയാണ്. അല്ല, അച്ഛനും നന്ദയ്യ എവിടെയാ?
അവർ ചോദിച്ചതിനൊന്നും മിണ്ടാതെ അമ്പു വേഗത്തിൽ അകത്തേക്ക് കയറി മരകോവണി കയറി ഇടനാഴിയിലൂടെ നടന്നു. പഴയ തറവാട് വീടാണ് മംഗലത്ത് തറവാട്. ഇടനാഴി ചെന്ന് അവസാനിക്കുന്നത് ചാരുപടിയോടുകൂടിയ ബാൽക്കണിയിലാണ്. അരത്തണയിൽ ഇരിക്കാൻ കഴിയും. ഒരേ നിരയായി 4 റൂമുകളാണ്. താഴെയും അതുപോലെ തന്നെ. ഒരു റൂം പൂജാമുറിയും അതിനോട് ചേർന്ന് മുകളിലേക്ക് കയറുന്ന കോണി റൂമുമാണ്. പിന്നെയുള്ള 2 മുറികളിൽ ഒന്നിൽ അച്ഛമ്മയും അടുത്ത റൂമിൽ അച്ഛനും അമ്മയും. മുകളിലെ ഏറ്റവും അറ്റത്തെ മുറിയാണ് അമ്പു വരുന്ന ദിവസങ്ങളിൽ ഉപയോഗിക്കുക. രാത്രി കിടക്കുന്ന അച്ഛമ്മയോടൊപ്പം ആയതുകൊണ്ട് പഠിക്കാനും മറ്റുമായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിനു മേലെ ഒരു നിലയുണ്ട്. അത് വെറുതെ ഹാള് പോലെയാണ്. കൊയ്ത്ത് നടക്കുമ്പോൾ പണ്ട് കാലത്ത് നെല്ല് സൂക്ഷിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നു. അവിടെ ആരും കയറില്ല. ഇപ്പോൾ ആക്രി സാധനങ്ങളാണ് അവിടെ. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തു നിന്ന് തന്നെ നെല്ലൊക്കെ കയറിപ്പോകുന്നതുകൊണ്ട് ഇപ്പോൾ ആ വക കാര്യങ്ങളൊന്നുമില്ല തറവാട്ടിൽ. അച്ഛൻ്റെ തറവാട് വീടാണ്. അതിൻ്റെ പഴമയുണ്ട് വീടിന്. കൂട്ടുകുടുംബമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. കുറേ ആളുകളുണ്ടായിരുന്നു തറവാട്ടിൽ. തറവാട്ട് പറമ്പ് ഭാഗം വെച്ചപ്പോൾ തറവാടും കുളവും അച്ഛന് കിട്ടി. അതിന് ചുറ്റുമുള്ള പറമ്പ് ബാക്കിയുള്ള നിലവും സ്ഥലങ്ങളുമെല്ലാം അച്ചാച്ചൻ്റെ ഏട്ടനനിമാർക്ക് എല്ലാവരും അവരവരുടെ സ്ഥലത്ത് വീട് വെച്ചു. അച്ഛൻ ഒറ്റ മകനായതുകൊണ്ട് തറവാട് ഇപ്പോൾ അച്ഛനാണ്. കുളം എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. താഴെ ഇടനാഴി കഴിഞ്ഞ് വലിയ ഊൺമുറിയാണ്. മുറിയിൽ നിന്ന് പുറത്തെ വരാന്തയിലേക്ക് കടക്കാം. അടുക്കള വാതിൽ കടന്നാൽ കോലായിലേക്ക് കടക്കാം. ചുറ്റും വരാന്തയുണ്ട്. കുളത്തിലേക്ക് അച്ഛൻ പോവും. പിന്നെ അമ്പു വന്നാലും അല്ലാതെ ആരും പോവാറില്ല. പിന്നെ അച്ഛൻ്റെ പാപ്പാന്മാരെപ്പോഴെങ്കിലും കുളിക്കാൻ വരും. ചൂടധികമാകുമ്പോൾ അമ്പു ഷർട്ട് മാറി അലമാരിൽ നിന്ന് കാവിമുണ്ടും ഷർട്ടും എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നന്ദയുടെ ഒച്ച കേൾക്കാറുണ്ട്. അല്ല, ഏട്ടൻ എന്ത് പണിയാ കാണിച്ച്? ഞാൻ എത്ര വിളിച്ചു, നിന്നില്ലല്ലോ. പരിഭവം പറയുകയാണ് അവള്. നന്ദ, നീ വിളിച്ച് ഞാൻ കേട്ടില്ല. പിന്നെ ആരോട് ചോദിച്ചിട്ടാ ഇവളെ പുറത്തേക്ക് കൊണ്ടുപോയത്? അമ്പു സ്വരമുയർത്തി ചോദിച്ചു. ഇവളെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നിന്റെ സമ്മതം വേണ്ട. അത്ര അധികാരമൊന്നും വേണ്ട നിനക്ക്. മകൻ പറയുന്ന ഇഷ്ടപ്പെടാതെ കൃഷ്ണനുണ്ണി പറഞ്ഞു. ഇവളെ ഇവിടെ കൊണ്ടുവന്ന ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലല്ലോ നിങ്ങൾക്ക്. അറിഞ്ഞാൽ പിന്നെ ഇവളൊരു നിമിഷം പോലും ഇവിടെ നിർത്തില്ല നിങ്ങൾ. പിന്നെ വേറെ എവിടെ ഇവളെ കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ടുവന്നാ ഞാൻ. പൊതുവാളെങ്കിൽ വരുന്നവരെ ഇവളോട് നിർത്താൻ. കൂടിയ 2 ദിവസം, പിന്നെ ചന്ദ്രോദയത്തിലായിരിക്കും ഇവള്. അമ്പു പറഞ്ഞു കേട്ട് ഞെട്ടി നോക്കി ദക്ഷ. ഇനി അവിടെ തനിയെ വയ്യ. ജീവൻ തന്നെ അപകടത്തിലാ അവിടെ നിന്നാൽ. ഇല്ല അമ്പു, ഞാനിനി ഇവിടുന്ന് എവിടേക്കും ഇല്ല. ഒന്നും വേണ്ട എനിക്ക്. എല്ലാവരും എടുക്കട്ടെ. എനിക്ക് എൻ്റെ ജീവൻ മാത്രം മതി. ദക്ഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ പകച്ചു നോക്കി. അതൊന്നും പറ്റില്ല. എൻ്റെ മാമൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല. ചതിച്ചുകൊണ്ട് ആർക്കൊന്നും നേടാനാവില്ല. പിന്നെ എല്ലാം കറങ്ങി തെളിയും. പൊതുവാളെങ്കിൽ വന്നാ എല്ലാവരും ഭയന്ന് മാറും. പിന്നെ ബാങ്കിന്റെ ലോക്കർ തുറക്കാൻ അങ്കിളിന് നിനക്കുവാണ് അധികാരം. അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. നീ പേടിക്കണ്ട. നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല. ഞാൻ പറയുന്നവരടങ്ങി നിന്നാ മതി. എന്തൊക്കെയാ മക്കളെ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ. എല്ലാം ഞാൻ പറയാം. പറഞ്ഞുകൊണ്ട് അമ്പു ഹാളിലെ സെറ്റിലിരുന്നു. ഉണ്ടായ സംഭവമെല്ലാം എല്ലാവർക്കും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു അവൻ. അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത് എല്ലാവർക്കും. എത്ര വലിയ അപകടത്തിൽ നിന്നാണ് ദക്ഷ രക്ഷപ്പെട്ടു വന്നതെന്നും അമ്പു അവന് അപകടം പറ്റിയ വിവരം മാത്രം മറച്ചു പിടിച്ചു. ഈ സമയം വിശ്വനാഥന്റെ വീട്ടിൽ ഗൂഢാലോചന നടക്കുകയാണ് രവിശങ്കർ വക്കീലുമായി. അല്ല, ആബി ഇപ്പൊ കാണിച്ച വേണ്ടത്ര തന്നെയാ. ഒന്നാമത് ചന്ദ്രശേഖരനെയും ഭാര്യയുടെ അപകടമരണ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഒരു അപകടം അവരുടെ മകൾക്ക് കൂടി ഉണ്ടായ സംശയത്തിന്റെ നിലനിൽക്കുന്ന അവരുടെ മരണം പോലും കരുതി കൂട്ടി ചെയ്താണെന്ന് മനസ്സിലാവും എല്ലാവർക്കും. ഈ അവസരത്തിൽ അവന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത് ഒട്ടും ശരിയായില്ല. വക്കീൽ രവിശങ്കർ നീരസത്തോടെ പറഞ്ഞു. എടോ, താൻ എന്നെ കുറ്റപ്പെടുത്താതെ. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ തന്നെ അവനെ വിലക്കിയേനെ. മാത്രമല്ല, ആ ചെറുക്കൻ നമ്മളെ പൂട്ടാൻ വേണ്ടി നടക്കുക. പണിയറിയുന്ന പിള്ളേരെ ഏർപ്പാടാക്കി അവനെ തട്ടിയാകുന്നവരാലോചിച്ച് ഞാൻ. പക്ഷേ അതും ഈ അവസ്ഥയിൽ റിസ്ക്കാ. പ്രത്യേകിച്ച് പൊതുവാള് ലാൻഡ് ചെയ്യുന്ന സമയമായതുകൊണ്ട്. അയാൾക്ക് ഇത് എന്തിൻ്റെ കുത്തിക്കഴപ്പാന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ ചങ്കായി നിന്നവനാ. വല്ലാതെ മാനസാന്തരപ്പെട്ടു പോയി. ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച മദ്യം ഒറ്റ വലിക്കകത്തായിക്കൊണ്ട് പറഞ്ഞ വിശ്വനാഥൻ. എല്ലാവരെയും പൂട്ടാൻ തന്നെയാണ് അവൻ വരുന്നത്. രാമമൂർത്തി പൊതുവാൾ. അബിയെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തുന്നതാണ് ബുദ്ധി. അതൊക്കെ എപ്പോഴേ മാറ്റി. ഇനി അവൻ അടുത്ത കാലത്ത് ഇവിടെ വരില്ല. കേസ് ചെയ്ത് വഴിക്ക് പോകുന്ന നോക്കാം ആദ്യം. എന്നിട്ട് എന്ത് വേണം തീരുമാനിക്കാം. കുളം കലക്കേണ്ടി വരും. കുറ്റേറ്റെടുക്കാൻ 1-2 പേരെ കരുതിയിരിക്കുന്നത് നല്ലതാ. താനതിലുള്ള ഏർപ്പാടുകൾ എന്താണെന്ന് വെച്ചാൽ നോക്ക്. കാശൊരു പ്രശ്നമില്ല. എല്ലാം എതിരായാൽ പിന്നെ ഒന്നും നോക്കണ്ട. തട്ടിക്കളയാൻ രണ്ടിനെ. കടലിൽ ചുവന്ന് കലങ്ങിക്കൊണ്ട് വിശ്വനാഥൻ പറഞ്ഞു. വിശ്വനാഥൻ പറയുന്ന കേട്ട് ഗ്ലാസ്സിലെ മധ്യ ഒറ്റവലിക്ക് അകത്താക്കി രവിശങ്കർ. പിന്നെ ഒരു കാര്യം, മൂർത്തിയെല്ലാം കണ്ടുപിടിക്കും. സുപ്രീം കോടതിയിലെ എണ്ണം പറഞ്ഞ വക്കീലാ മൂർത്തി. പണ്ട് നമ്മുടെ കൂടെ നടന്നപ്പോൾ അവനിങ്ങനെ ഒരു വക്കീൽ കുപ്പായ അണിയെന്ന് ഒരിക്കലും കരുതിയില്ല. സുപ്രീം കോടതിയിൽ ഗർജിക്കുന്ന സിംഹമാണ് മൂർത്തി. ഏറ്റെടുത്ത കേസുകളെല്ലാം വിജയിച്ച ചരിത്രമാണ്.
പൂർണ്ണമായി ഉറപ്പുള്ള കേസുകളെ മൂർത്തി ഏറ്റെടുക്കൂ. ജയിക്കൂ എന്ന് ഉറപ്പുള്ളവ. മൂർത്തിയുടെ പേര് പറയുമ്പോൾ തന്നെ രോമാഞ്ച ജൂനിയർ വക്കീലന്മാർക്ക്. രവിശങ്കർ നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ. ചന്ദ്രുവിൻ്റെ മരണം അന്വേഷിക്കാൻ തന്നെയായിരിക്കും അവൻ്റെ വരവ്. ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ തന്നെക്കാളേറെ ചന്ദ്രുവിന് താല്പര്യം അവനെയാണല്ലോ. എന്തൊക്കെ നൂലാമാലയായിട്ടാണ് വരുന്നതെന്ന് ആർക്കറിയാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിശ്വ, നീ അവനായിട്ട് ഉടക്കാനൊന്നും പോകണ്ട. നമുക്ക് തഞ്ചത്തിൽ അവനെ വശത്താക്കാം. പിന്നെ അന്വേഷണത്തിന് കൂടെ നിൽക്കുന്ന പോലെ ഭാവിക്കുകയും വേണം. അവൻ്റെ നീക്കങ്ങൾ അറിയണം. എന്നാലാ എന്തു വേണമെന്ന് തീരുമാനിക്കാൻ കഴിയൂ. എന്തായാലും അവൻ വരട്ടെ, നമുക്ക് കാണാം അവനെ. അവനായിട്ട് നമുക്ക് ശത്രുതയൊന്നുമില്ലല്ലോ. എന്ത് ശത്രുത? അല്ലെങ്കിൽ തന്നെ ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയ ചന്ദ്രുവും കൃഷ്ണുമായിട്ട് നമുക്ക് എന്ത് ശത്രുതയായിരുന്നു? രവിശങ്കർ നിസ്സാരമട്ടിൽ ചോദിച്ചപ്പോൾ വിശ്വനാഥൻ ആർത്തി ചിരിച്ചു. അയാളുടെ ചിരി ദേഷ്യത്തിലേക്ക് വഴിമാറി. അവനെ തീർത്ത് കളഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്തായനെ. ചന്ദ്രന് നിന്നേക്കാൾ കൂടുതൽ എന്നെ അറിയാം. അവൻ്റെ സ്വരം എൻ്റെ നാശത്തിനായിരിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അവനെ ഞാൻ ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു മാറ്റിയത്. നിനക്കറിയാത്ത ചില രഹസ്യങ്ങളും ചന്ദ്രുവിനറിയാം. എൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായവൻ പരലോകം പുൽകുന്ന തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ അവനെ വേഗം പറഞ്ഞു വിട്ടത്. പക്ഷേ പാവം കൃഷ്ണയും അതിൽ വിട്ടുപോയി. എന്തു ചെയ്യാം, ആർക്കൊരു ദ്രോഹം ചെയ്യാത്തവളായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, സമയമെടുത്തു, അത്ര തന്നെ. വിശ്വനാഥൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വക്കീലിന് തോന്നിയെങ്കിലും മറുത്തൊന്നും ചോദിക്കാൻ തോന്നിയില്ല. കാരണം വീടിന് മുകളിലേക്ക് വളർന്ന പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടിക്കളയുക എന്ന് പഴമക്കാർ പറയുന്ന പോലെയാണ്. വിശ്വനാഥൻ തനിക്കെതിരെ സ്വരം ഉയർത്തുന്നവരെ വെട്ടിക്കളഞ്ഞാണ് ശീലം. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാൻ നിൽക്കണ്ട, വക്കീൽ ഉള്ളിൽ പറഞ്ഞു. അല്ല, ദച്ചുമോളുടെ കെയർ ടേക്കർ ആദ്യമൊക്കെ നീയായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ മാറിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്? വക്കീൽ വിശ്വനാഥനെ നോക്കി ചോദിച്ചു. അതൊക്കെ ചന്ദ്രു ചെറുതായി സംശയം തോന്നിയപ്പോൾ തന്നെ മാറ്റിയിരുന്നു. അവൻ്റെ ബാങ്ക് ലോക്കർ തുറക്കാനുള്ള അധികാരം പോലും എനിക്കുണ്ടായിരുന്നു. ചന്ദ്രു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ പോലും അറിഞ്ഞത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് നിന്നെ പോലും കമ്പനിയുടെ അഡ്വൈസ് വക്കീൽ സ്ഥാനത്ത് നിന്നും ചന്ദ്രു ഒഴിവാക്കിയതായിട്ട് അറിയുന്നു. മൂർത്തിയുടെ ജൂനിയറായിരുന്ന ജെയിംസിനെയാണ് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിയമിച്ചിരിക്കുന്നത്. കമ്പനി സ്ഥാനത്തിൽ നിന്നും പാർട്ണർഷിപ്പിൽ നിന്നും ടെർമിനേഷൻ ലെറ്റർ കിട്ടിയപ്പോഴാണ് ലീഗൽ അഡ്വൈസർ പോലും മാറി ഞാനും നീ ഉൾപ്പെടെ എല്ലാവരും അറിയുന്നത്. ചന്ദ്രു എങ്ങനെയോ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ നമ്മളിലേക്ക് ഒരിക്കലും ചന്ദ്രുവിൻ്റെ സംശയം നേടില്ല. അതിനുശേഷമാണ് നമ്മൾ പോലും അറിയാതെ പല സ്ഥാനത്തും നമ്മളെ ചന്ദ്രു ഒഴിവാക്കിയത്. കമ്പനിയുടെ കണക്കുകളും കാര്യങ്ങളും കൃത്യമായി നോക്കാനും തുടങ്ങിയത്. ആദ്യമൊക്കെ ചന്ദ്രു എന്നെയാണ് എല്ലാം ഏൽപ്പിച്ചിരുന്നത്. എപ്പോഴാണ് അവന് സംശയം തോന്നി തുടങ്ങിയെന്ന് പോലും അറിയില്ല. ആരോ നമുക്കും ചന്ദ്രുവിനിടയിൽ കളിച്ചിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അപകട. നീ നന്നായിട്ട് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാശം കാണാൻ ആർക്കാണ് ആഗ്രഹമെന്ന്. വിശ്വനാഥൻ പറയുന്ന കേട്ട് വക്കീൽ രവിശങ്കർ ആലോചനയിലിരുന്നു. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ല. പിന്നെ കേസിലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകളായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കൂട്ടിട്ടിനെ ബാധിക്കുന്ന ഒന്നല്ല. പിന്നെ ആർക്കാണ് നമ്മളോട് രണ്ടുപേരുടെ ഒരുപോലെ ശത്രുത? വക്കീൽ ചോദ്യം പറഞ്ഞുകൊണ്ട് വിശ്വനാഥനെ നോക്കി. ആർക്കാണെന്നറിയില്ല. ചന്ദ്രുവിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത് നമ്മൾ രണ്ടുപേരും അറിയുന്ന ആൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അറിയുന്ന പോലെ തന്നെ ചന്ദ്രുവിനെ അയാൾക്ക് അറിയുമായിരിക്കും. നമ്മുടെ രഹസ്യ നീക്കങ്ങൾ ചന്ദ്രുവിനെ അറിയിച്ച് അയാളായിരിക്കും. അല്ലാതെ പെട്ടെന്ന് ചന്ദ്രു നമ്മളെ സംശയിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. വിശ്വനാഥൻ പറയുന്ന മുഴുവൻ കേട്ട് അയാളുടെ ഔട്ട് ഹൗസിന് പുറത്തൊരു നിഴലിറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.